afternoon all. It's time to type your attendance. So you can type your attendance now. All of you type your attendance. Okay. Hi, Sai Krishnയുടെ പുറകിൽ ആരാ ഉള്ളത്? മിസ് ഞാനതെന്റെ ഏച്ചിന്റെ വീട്ടിലാണ് മിസ്. ഓക്കെ. ഓക്കെ, ഹന്ന റോസ്, ആവണി, turn on your camera. ഹന്ന എവിടെയോ ഒരുങ്ങുമായിരുന്നു അല്ലേ തലയിട്ടിട്ട്. ഓക്കെ, എനിവേ take your textbook. Take your textbook. Let's discuss previous class activity. Okay. 7 and 8 were a homework for you. Okay. Anyway, let's discuss the 7th one. Okay, shall I start? തുടങ്ങട്ടെ, ക്ലാസ് തുടങ്ങിയാലോ? Okay. Yes. Okay. 7th one, created by Lewis Carroll. And she falls down a rabbit hole into a fantasy world created by fictional character created by Lewis Carroll. Alice. Yes. Alice. Alice in Wonderland. Wonderland. Yes. Okay, have you ever seen a movie or read a book of this Alice in Wonderland? Yes. Okay. Hannah Rose, എന്താ book ആണോ അതോ മൂവി ആണോ? ബുക്ക് വായിച്ചിട്ടുണ്ട്, മൂവി കേട്ടിട്ടുണ്ട്. യെസ്. ദെൻ എന്താണ്, നല്ല രസമല്ലേ കാണാൻ? മൂവി ആണെങ്കിലും നല്ല ഇൻട്രസ്റ്റിംഗ് അല്ലേ? ഒരു ആയിട്ടുള്ള മൂവി ആയതുകൊണ്ട് ദാറ്റ് ആലീസ് ഇൻ വണ്ടർലാൻഡ് ഈസ് എ വെരി ഇൻട്രസ്റ്റിംഗ് മൂവി. ഓക്കെ, so the answer for the 7th one is Alice. Then 8th one, created by Edward Stratemeyer, and she is a young amateur detective. Nancy Drew. Nancy Drew. Okay. So I think we have finished that two puzzles. Sorry, not two puzzles. That two questions. Okay. So now it's time to start our next lesson. Name the. വില്ലി പറയുന്നില്ലേ അടിയില്? അതിൽ നമ്മള് അത് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നോ? വെൻട്രിലോക്വിസ്റ്റിന്റെ മീനിങ് അത് അവിടുന്ന് ഞാൻ നോക്കിയിട്ട് പറഞ്ഞു തന്നെ. Ventriloquist is a person who can speak without moving her or his lips so that the words appear to be spoken by another person. Okay, ഇന്നലെ നമ്മൾ ട്രൈ ചെയ്തില്ലേ ഗുഡ് മോർണിംഗ് പറയാൻ വേണ്ടി ലിപ്സ് അനക്കാതെ? യെസ്, കുറച്ചു പേര്. ഇന്നലെ ഞാൻ ഒരാളെ ഒരു വർക്ക് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അയാളത് മറന്നുപോയി തോന്നുന്നു. ആരായിരുന്നു അത്? Can you do that? Can you make that sound? എനിക്ക് ആക്കാൻ പറ്റൂല, ഞാൻ വോയിസ് വോയിസ് വേണ്ട, കേൾപ്പിച്ചാ മതി. ഏബലെ, just try. Achieve better results, make a great impression, and save time at work. You should get Grammarly. Okay, എന്തായാലും ഞാൻ നിങ്ങളെ ആ വോയിസ് കേൾപ്പിക്കാം. ഓക്കെ, ടാസിന്റെ സൗണ്ട് അറിയത്തില്ലാത്ത ആരുമില്ല. പക്ഷെ ഏബില് പോയി, എല്ലാം ക്ലോസ് ചെയ്തിട്ട് പോയി. ഇനി ഏബില് പേടിക്കണ്ട, ഏബില് ക്യാമറ ഓൺ ആക്കിക്കോ. ഐ എം ഗോയിങ് ടു ഷെയർ ദ സ്ക്രീൻ. ഓക്കെ, നിങ്ങൾ ടാസിന്റെ സൗണ്ട് കേട്ടിട്ടുണ്ടാവും. Yes, here it is. മിസ് ഞാൻ വോയിസ് No, ഇവിടെ നോക്കിയാൽ മതി എല്ലാവരും. Okay, all of you listen here.
യെസ്, അത്രേ ഉള്ളൂ. ആ ഒരു സൗണ്ട് ഏൽപ്പിക്കാനാണ് ഏബൽ ഇത്ര നാണം. ഞാൻ മിസ് കേൾപ്പിച്ചാൽ ഇപ്പൊ ഞാൻ വീണ്ടും കേൾപ്പിക്കേ. അത് വേണമെങ്കിൽ ഇപ്പൊ ഇതാണോ? അത് തന്നെ. ഇത് വേറെ എവിടുന്നോ കേൾപ്പിച്ച. ഇത് ഏബിള് കാണിച്ച് ജോസിയെ കേൾപ്പിക്കും. ജോസി റെഡി ആയിട്ടിരിക്കുന്നത് ക്ലാസ്സിന്റെ സൗണ്ട് കേൾപ്പിക്കാൻ വേണ്ടി. അല്ല ജോസി, അല്ലെങ്കിൽ ഹന്ന റോസ്. ഹന്ന റോസ് ചെയ്യാൻ പറ്റുമോ? നോ, ആർക്കും പറ്റത്തില്ല. ഓക്കെ, എനിവേ ആരും കേൾപ്പിക്കണ്ട. നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി ചെയ്യാം. ഓക്കെ, ഇറ്റ് ഈസ് നെയിം ദ ബുക്ക്. നെയിം ദ ബുക്ക്. ഓക്കെ, can you hear me? Yes, teacher. Name the book. Yes, the names of some famous characters and their creators are given below. Write the names of the books in which these characters appear. Okay, here the characters and their creator, the name of its creator is given. You have to find out the name of book in which this character is present. Okay, so these two activities, that is this young heroes and name of the book, both are related tasks. രണ്ടും നമ്മുടെ ബുക്സും ഫിക്ഷണൽ ക്യാരക്ടേഴ്സ് ഒക്കെ റിലേറ്റ് ചെയ്താണ്. Okay, anyway, let's do this. Okay, that is characters. Albus Dumbledore and the creator is J.K. Rowling. Harry Potter and the Philosopher's Stone. Harry Potter and the Philosopher's Stone. Yes, Harry Potter and the Philosopher's Stone. Okay, do you know who is this Albus Dumbledore? Do you want Harry Potter അഭിനയിക്കുന്ന ആളാണോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? No. No. മിസ്, അത് ഞാൻ കണ്ടിട്ടുണ്ട് ആ മൂവി. ഹാരി പോട്ടറിന്റെ മെയിൻ ക്യാരക്ടറിന്റെ ഇവരെന്തോ ഒരു പാട് പോലെ ഉണ്ട് തലയിൽ എന്തോ. Okay, and do you know this character Albus Dumbledore? No. Okay, I will show his pic. Okay, then you will identify him. Okay. Yes, നിങ്ങൾക്ക് അറിയാം ഇയാളെ. ഹാരി പോട്ടർ മൂവി കണ്ടിട്ടുള്ള ഞാൻ കണ്ടിട്ടില്ല. ആകെ കണ്ടിട്ടുള്ള മൗഗ്ലിയാ. This person Albus. അതിനകത്ത് കണ്ടിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്. ഇയാളെ നിങ്ങൾക്ക് പേര് yes, you may have seen him. Okay, this is Albus Dumbledore. ഇതാ ഇതിനകത്ത് അഭിനയിക്കുന്ന ആളാണ്. Yes, he is the character in that movie Harry Potter and the Philosopher's Stone. Okay, മിസ്, ഞാനൊക്കെ കണ്ടിട്ടുള്ള മൗഗ്ലിയാ, വേറെ കണ്ടിട്ടില്ല. ടിവിയിൽ വരുമ്പോ അതുകൊണ്ട് എനിക്ക് എത്ര പരിചയമില്ല. ടിവിയിൽ ചില സമയത്ത് വരും ഹാരി പോട്ടറിന്റെ മൂവീസ് ഒക്കെ, അന്നേരം കാണാം. ഓക്കെ, അങ്ങനെ ടി വി വന്നപ്പോഴാണ് മൗഗ്ലി കണ്ടത്. മൗഗ്ലിയുടെ കുറച്ച് ഭാഗം. I know. Then second character, yes, this is very easy for you. Ka and Rudyard Kipling. Ka. Yes, the Jungle Book. The Jungle Book. നമ്മുടെ ജോസിയുടെ മൗഗ്ലിയുടെ അല്ല ജോസി? Jungle Book. Ka. And who is this Ka? Who is this Ka? That Black Panther? Who is this Ka? ബ്ലാക്ക് പാന്റ് അല്ലെങ്കിൽ മറ്റെന്താ പറയാ, That Black Panther is Bagheera. I think that is Bagheera. That snake. That snake. Yes, that snake. That is Ka. Next one. ഇപ്പം കാ എന്ന് പറയുന്നത് അത് ആരാന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. പിന്നെ എവിടെ മൗഗ്ലിയുടെ സിനിമ കണ്ടു പഠിച്ചാണല്ലോ. മൗഗ്ലി കണ്ടു. മൗഗ്ലിയാണ് അതോ സോറി മാറിപ്പോയി. എന്ന് പറഞ്ഞാൽ നമ്മുടെ മൗഗ്ലി മൂവിയിൽ ഒരു പാമ്പുണ്ട്, ഒരു സ്നേക്ക് ഉണ്ട്. ആ സ്നേക്ക് ആണ്. ഞാൻ കണ്ടിട്ടില്ല. സ്നേക്കിനെ കണ്ടു തോന്നുന്നു. കുറച്ച് ഭാഗമേ കണ്ടുള്ളൂ. തേൻ എടുക്കാൻ പോകുന്നു അങ്ങനെ കണ്ടുള്ളൂ.
അതിന്റെ ആ ഒരു ചെറിയ പോർഷനെ കണ്ടല്ലോ, അതാ പറഞ്ഞു. അറിയത്തില്ല. പാമ്പാണോ? എന്താ ഹന്ന? മൗഗ്ലിനെ ചുറ്റിയ പാമ്പാണോ? യെസ് യെസ്. ആ മൗഗ്ലിയുടെ ഫ്രണ്ട് ആണ് ക. യെസ്. Then next one, Binya. Character Binya and creator Ruskin Bond. The Blue Umbrella. Yes, the book is The Blue Umbrella. Blue Umbrella. Muhammad K, turn on your camera. Muhammad K. Turn on your camera. You should always turn on your camera. Okay. ഇടയ്ക്ക് ഓഫ് ആക്കിയിട്ട് പുറകെ പോയിട്ട് വേറെ ഒന്നും ചെയ്യണ്ട. നെക്സ്റ്റ് വൺ, ഫോർത്ത് വൺ, Pip and creator Charles Dickens. Pip, Charles Dickens. Great expectations. Great expectations. The Great Expectations. The Great Expectation is the book. Okay, The Great Expectation is the book. The Great Expectations. Okay. Then the fifth one, Shylock. William Shakespeare. The Merchant of Venice. The Merchant of Venice. Venice le Vyabari. The Merchant of Venice. Shylock. It is a character in the story The Merchant of Venice by William Shakespeare. Okay. Then sixth one, Long John Silver. Long John. Okay, the Long John Treasure Island ആണ് നമുക്ക്. creator is Treasure Island. Stevenson. Treasure Island. Treasure Island. Treasure Island. Yes. Treasure Island. Treasure Island. Treasure Island. Treasure Island. What happened to Abel? മിസ് ഞാൻ ആൻസർ പറഞ്ഞു ട്രഷർ ഐലൻഡ്. Oh, yeah. എഴുതി. Yes. Then seventh one, Elizabeth Bennet. Creator Jane Austen. Pride and Prejudice. Pride and Prejudice. Pride and Prejudice. Pride and Prejudice is the answer. Pride and Prejudice. Pride and Prejudice. Okay. Pride and Prejudice. Next, Sixth one ഒന്നുകൂടി പറയോ? sixth one, Treasure Island. Treasure Island. Treasure Island. Okay. Miss, fifth one now. Fifth one, The Merchant of Venice. The Merchant of Venice. Okay. So then the eighth one, Buck. Creator Jack London. The Call of the Wild. Yeah, The Call of the Wild. Very good. The Call of the Wild. The Call of the Wild. മിസ് അടക്ക് പറയുന്ന കേൾക്കുന്നില്ല. മുഹമ്മദ് കെ ഒന്നും കേട്ടില്ല. അപ്പൊ ഇത്ര നേരം പറഞ്ഞതൊന്നും മിസ് അടക്ക് കേൾക്കുന്നില്ല. Revise. Revise. Can you hear me? Yes. Okay. Always turn on your camera, Revise. Okay. എന്താ പറ്റിയ ലേറ്റ് ആയി പോയേ? പള്ളിയിപ്പോൾ വന്നതേ ഉള്ളൂ. Okay. The ninth one. Okay. Eighth one, the answer is Call of the Wild. The ninth one, Friday. Character is Friday, and the creator is Daniel Defoe. Daniel Defoe. Robinson Crusoe. Yeah, Robinson Crusoe.
മിസ് ഫ്രൈഡേ എന്നെല്ലാം പറഞ്ഞ പേരുണ്ടോ? യെസ്, ഫ്രൈഡേ എന്നൊക്കെ നമുക്ക് പേരിടാലോ. നമുക്ക് പേര് എന്ത് വേണമെങ്കിലും ഇട്ടില്ലേ. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അതിടണം ഇതിടണം എന്നൊന്നും? ഇല്ലല്ലോ. പേജ് നമ്പർ Who is asking? Okay, revise. Page number 43. 43. Page number 43. And we are discussing the lesson name the. Okay. So the character Friday created Daniel Defoe, the book Robinson Crusoe. Next, 10th one, Tinkerbell. Character Tinkerbell, and the creator is James M. Barrie. And the book is Peter Pan. yes. Yes. Okay. And did you read this book, Peter Pan? No. കഥ കേട്ടിട്ടുണ്ട്. Okay, you heard about this Peter Pan book, but you haven't read it, isn't it? യൂട്യൂബിലെല്ലാം ഉണ്ട് കാർട്ടൂൺ. Isn't it Peter Pan? മിസ് കേട്ടി. Okay, anyway, do you know the story of this book, Peter Pan? No. Yes. Okay, then revise. Can you tell us the story of this book, Peter Pan? സ്റ്റോറി കേട്ടി ഇങ്ങനെ 2 sentences പറഞ്ഞാൽ മതി. പറയാൻ മടി. പറയാൻ പാടില്ലെന്നോ? എന്താ revise? കണ്ടിട്ടില്ല. അമ്മേട്ടാ കണ്ടെങ്കിൽ അതിന്റെ ഒരു ഉപകാരം ഉണ്ടാട്ടെ. ഓക്കെ, ഇതാർക്ക് റിവൈസിനാണോ അതോ മുഹമ്മദ് കേക്കാണോ ആൻസർ അറിയാവുന്നേ, സ്റ്റോറി അറിയാവുന്നേ? രണ്ടാൾക്കും അറിയില്ല. ഇതാണ് സത്യം. റിവൈസിന് ആര് പോടാന്ന് വിളിക്കുന്ന? മിസ്സിന് കഥ അറിയാം. മിസ്സിന് പീറ്റർ പാന്റെ സ്റ്റോറി അറിയില്ല. അപ്പൊ നിങ്ങൾക്ക് അറിയാന്ന് വെച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്. ജംഗിളിലുള്ള ജംഗിളിലാണ് അതിന്റെ കഥ. എനിക്ക് മനസ്സിലായില്ല. കാട്ടുന്നാണ് അതിന്റെ കഥ. കാട്ടിന്നാണ് അതിന്റെ കഥ. ബേക്കിന്നാന്നോ? Okay, anyway, I don't understand anything. Okay, let's go to the next character, Mad Hatter. Then the creator, Lewis Carroll. Alice Adventures in Wonderland. Alice Adventures in Wonderland. Mad Hatter. എത്രാമത്തെ പറയുന്നത്? 6th വന്നിട്ടല്ലേ? 11th one. Yes. Just മുമ്പ് പറഞ്ഞു. Okay, Mad Hatter. Lewis Carroll is the creator. Alice Adventures in Wonderland is the book. Okay. Next. Yes. Okay. Next, on Polly. Mark Twain is the creator. The Adventures of Tom. Yes. On Polly, The Adventures of Tom Sawyer. This book is also a very interesting book. I think I have read this book. But Tom Sawyer. മിസ് ഇത് നമുക്ക് ഇംഗ്ലീഷിൽ ഉണ്ടായി. യെസ്, ഉണ്ടായിരുന്നല്ലേ? ഞാൻ നിങ്ങളെപ്പോ 6th-ലോ 8th-ലോ പഠിക്കുമ്പോഴോ ഈ ഇംഗ്ലീഷിൽ വായിച്ചിട്ടുണ്ട്. പക്ഷെ ഐ ഡോണ്ട് നോ ദി സ്റ്റോറി. എപ്പോഴായിരുന്നു മുഹമ്മദ്? അല്ല, എപ്പോഴായിരുന്നു മുഹമ്മദിനോട് അവൻ അറിയാന്നല്ല അറിഞ്ഞത്. Okay. So, do you have any doubt from this activities? Answers? No. Okay. Okay. So that is over. Then there is a small conversation between our ducky and who is the Billy? Ducky and Billy. Sorry, Hannah. Can you say that again? Hello. Hello, 5th class.
Hannah Rose, did you say anything? ഞാനല്ല മിസ് പറയുന്നത്, മുഹമ്മദ് കെയാ പറയുന്നത്. Muhammad K. ഞാനത് പറഞ്ഞിട്ട് അനിയത്തിയാ പറയുന്നത്. അനിയത്തിയാണോ? Okay. So look at the conversation between our Willie and Jackie. And Willie, did you know that Nancy Drew novels were not written by one person, but by many writers under the pen name Caroline Keene. Did you know that the Nancy Drew novels were not written by one person, but it is written by many writers under the pen name Caroline Keene? Okay. And what is this pen name? Pen name. സ്വന്തം പേരിനെ മറിച്ച് വേറെ ഒരു പേര് ഇടുന്നത്. Yes. ഇപ്പം ഒത്തിരി ഫേമസ് ആവണ്ട എന്ന് വിചാരിക്കുന്നവര് ഇടുന്ന ഒരു പെണ്ണെയിം, ഇടുന്ന ഒരു പേരിനെയാണ് പെണ്ണെയിം. The writers use this pen name to hide their original name. Okay. And they use this pen name while publishing their books. അല്ലെ, അവരുടെ ബുക്ക് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഒറിജിനൽ പേര് ആൾക്കാർ അറിയണ്ട, കുറെ ഷോർട്ട് ഫോംസിൽ അവരുടെ പേര് മാറ്റാറുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് പെൻ നെയിം. സോ പെൻ നെയിം നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ we can say തൂലിക നാമം. കേട്ടിട്ടുണ്ടോ? പേജ് 43 ആന്റിപോളി ക്യാരക്ടർ മാർട്ടിന് ആ ക്രിയേറ്ററും ഇല്ലേ, അത് പേജ് 42 ഉണ്ടായില്ല ആൻസർ. Yes. The Adventures of Tom Sawyer. ഏത്? അതിവിടെ 42 ഉള്ളത്. 42 10th ക്വസ്റ്റ്യൻ അതിലുണ്ട്. അവിടെ created by Martin, he and Tom Sawyer are best friends. Yes. Adventures of Tom Sawyer ആണ് അറിയത്തില്ല. Okay. Huckleberry Finn. Yes, that is Huckleberry Finn. This which was the character created by Mark Twain, and this Huckleberry Finn and Tom Sawyer are best friends. Yes. നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലേ? ലാസ്റ്റ് ക്ലാസ്സിൽ പഠിപ്പിച്ച് കറക്റ്റ് ആയിട്ട് ഓർക്കുന്നുണ്ടല്ലോ. വെരി ഗുഡ്. പിന്നെ ആലീസിന്റെ അവിടെ ഇല്ലേ, ലൂയിസ് കരോൾ. ആലീസ് അവിടെ ഉണ്ട്. ആലീസ് ഓൾറെഡി ഉണ്ട്. ആലീസ് ഇൻ വണ്ടർലാൻഡ്. നമ്മുടെ ലൂയിസ് കരോളിന്റെ ആലീസ് അവിടെ ഉണ്ട്. ഓക്കെ. ഉണ്ട്. വേറെ ആരുള്ള? ഹാരി പോട്ടർ. പിന്നെ ജംഗിൾ ബുക്കിന്റെ ഉണ്ട്. Which one? ജംഗിൾ ബുക്ക്. Yes, Jungle Book. Our Mowgli, Harry. Great Expectations ഉണ്ട്. Great Expectations, created by Charles Dickens. Yes. No, Oliver Twist. I think Charles Dickens ഒരുപാട് സ്റ്റോറി എഴുതിയിട്ടുണ്ടാവുമല്ലോ, അത് രണ്ടും സെയിം അല്ലാന്ന് തോന്നുന്നു. അത് ഒലിവർ ട്വിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഉള്ളൊരു സ്റ്റോറിയാണ്. ഇവിടെ നമുക്കുള്ളത് ഗ്രേറ്റ് എക്സ്പെക്ടേഷൻ അല്ലേ, ചാൾസ് ഡിക്കൻസ് സ്റ്റോറി. യെസ്. ഓക്കെ. സോ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. These two activities are related. That is, it's young heroes and name the book. Both are related to the fictional characters and the book in which the fictional characters are present. That is the book of these fictional stories. Okay, so you can find relation between these two activities. Okay, so okay, that is I am telling about pen name. Pen name in Malayalam meaning Tuliga Nama, but it is used by the writers to hide their original names by publishing their stories, poems, etc. And Ducky is saying that I had no idea. So Caroline Keene is a pseudonym. Pseudonym means pen name itself. Okay, adana pseudonym nu anna konju standard aayittu parnade ullu. It is pen name. Okay, and do you know the any writers with this with the pen name or pseudonym? J.K. Rowling. Okay. Yes, J.K. Rowling. And what is her original name? നിങ്ങളുടെ ജിയിലായിരുന്നു അതുണ്ടായിരുന്നത് പെൻ നെയിംസ് കണ്ടുപിടിച്ചിട്ട് ഒറിജിനൽ പേഴ്സൺ. റോബർട്ട് ഗൽബ്രൈറ്റ്.
അപ്പൊ നിങ്ങൾ തന്നെയായിരുന്നല്ലോ അത് പഠിച്ച റോബർട്ട് ഗൽബ്രൈറ്റ്. യെസ് ജേക്കോ റോളിംഗ്. പേജ് നമ്പർ 12 പെൻ നെയിംസ് എന്ന് പറഞ്ഞ പാഠമുണ്ട്. യെസ് അത് നിങ്ങൾക്ക് റുവൈസിന് വിശക്കാൻ തുടങ്ങി തോന്നല്ലോ. റുവൈസ് ഇറേസർ ഒക്കെ തിന്നാൻ തുടങ്ങിയല്ലോ. മാർത്ത ട്വിങ്ക്ലിംഗ് ഉണ്ട്. യെസ് ലൂയിസ് കരോള്. യെസ് മാർക്ക് ട്വെയിൻ ഈസ് ദേർ. മാർക്ക് ട്വെയിൻ ഉണ്ടോ ടെക്സ്റ്റിൽ? മാർക്ക് ട്വെയിൻ, ജോർജ് ഓർവെൽ. മാർക്ക് ട്വെയിൻ, ജോർജ് ഓർവെൽ, these are pen names. Yes, Mark Twain is the pen name of Samuel Clemens and this George Orwell is the pen name of Arthur Blair. And do you know any Malayalam writers with pen names? Any Malayalam writers with pen name? മുൻഷി ഗുൽസാർ. Who? ഇന്ത്യൻ പോയറ്റ് ആണ്. എനിക്ക് മനസ്സിലായില്ല. സംബൂരൻ സിംഗ് നൽക ഇന്ത്യൻ പോയറ്റ് ആണ്. അയാളുടെ പെൻ നെയിം ആണ് ഗുൽസാർ. യെസ്, അതല്ലാതെ മലയാളം റൈറ്റേഴ്സ്. No. Have you heard about this Akittam? ഒരു നമ്പൂതിരി അങ്ങനെ എങ്ങനാണോ? Akittam, and that is pen name. Okay, the original name is Akittam Nambudiri. Okay. I think Urub is also a pen name of a writer. Urub കേട്ടിട്ടുണ്ടോ? എവിടെ കേക്കാൻ? ഇടശ്ശേരി. എം ടി വാസുദേവൻ നായരുടെ പെൻ നെയിം എന്താ? ജോർജ് വർഗീസ് ശരിക്കുള്ള നെയിം. പെൻ നെയിം കാക്കനാഥനാറ്റാണ്. Okay, there are many writers are there with pen names in all the languages. Okay, and a very large number of writers are using this pen name now. Okay, and in your future, if you become a writer or poet, you can also use a pen name like this. Okay, so find a pen name today itself. Okay, so you can use it in future. Okay, and that activity, that lesson is over. Okay, take the next page number 44. First aid. So let's become a little bit health conscious here. Okay, ഇത്ര നേരം നമ്മൾ ബുക്സിനെ കുറിച്ച് പറഞ്ഞല്ലേ, ഇനി നമുക്ക് കുറച്ച് നമ്മുടെ ബോഡിനെ കുറിച്ചും ഹെൽത്തിനെ കുറിച്ച് കുറച്ച് കോൺഷ്യസ് ആകാം. What do you mean by the first aid box? First aid, what is first aid? ആദ്യത്തെ ഒരാൾക്ക് എന്തെങ്കിലും ഇപ്പം ഒരാൾ ഡോക്ടറിന്റെ അടുത്ത് പോകുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ ഡോക്ടർമാര് ചെയ്യണമെന്നൊന്നും ഇല്ല. The first aid can be given to ഡോക്ടറിന്റെ അടുത്ത് പോകുന്നതിന് മുമ്പ് ചെയ്യാൻ പറ്റുന്നതെന്നാ പറഞ്ഞത്. That is the immediate medical help given to a person by any of us or any person. That is first aid. That is sometimes before reaching to the hospital, we have to give some first aid. Okay, so these first aids can be given by all of us when such situations happens before us. So in this chapter, we are going through some situations in which we can provide first aids to our family members, maybe to our siblings or maybe to our friends. Okay, sometimes you may have faced this issue. Okay, anyway, let's look.
First aid is the first medical help given to an injured person before the doctor arrives. Yes, it is the first medical help given to an injured person before a doctor arrives. And we must stay calm while giving first aid. Okay, we must stay calm. അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളിപ്പോ എവിടെയെങ്കിലും വീണ് പൊട്ടി നമ്മുടെ മുട്ടൊക്കെ പൊട്ടി ചോര ഒടിക്കാന്നിരിക്കുക, അന്നേരം ഒരാൾ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ വന്നിട്ട് നമ്മളോട് പറയും കാലൊന്ന് കഴുകുക. അപ്പത്തേക്ക് അവര് കാല് കഴുകുമ്പോഴത്തേക്ക് നല്ല സുഖമായിരിക്കും അല്ലെ, നമ്മുടെ കാലിങ്ങനെ നല്ല നീറ്റിൽ വരും. അന്നേരത്തേക്ക് അവരെ തട്ടിയിട്ട് ഓടാൻ നോക്കരുത്. യു ഷുഡ് സ്റ്റേ കാം. ഓക്കെ, സ്റ്റേ കാം. ചില സമയത്ത് അവർ വാഷ് ചെയ്തിട്ട് നല്ല ആന്റിസെപ്റ്റിക് ലോഷൻ വെച്ചിട്ട് അവരത് നല്ലോണം അത് വൈപ്പ് ചെയ്യും. അപ്പം കുറച്ചും കൂടെ നല്ലൊരു സുഖമായിരിക്കും. ഓക്കെ, സോ യു ഷുഡ് സ്റ്റേ കാം while someone provide you medical help. Okay, so the first incident in case of wounds, cuts or scratches, wash the area with clean lukewarm water. Lukewarm water means light hot water. Light hot water. Okay, wash the area with clean lukewarm water. Apply an antiseptic cream or spray. Then cover the wound with a sterile gauze bandage. Yes, this is a very simple first aid which can be given to a person with wounds, cuts or scratches. Enda idu parayunnathu? What does this mean? ഒരാൾക്ക് കൈയോ കാലോ മുറിവോ അത് ഒരയോ ചതവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മരുന്ന് വെച്ചു കൊടുക്കാൻ വേണ്ടി ആദ്യം നമ്മള് ഒരു തിളപ്പിച്ചാറിയ പോലത്തെ വെള്ളം എടുത്ത് കാലല്ലെങ്കിൽ കൈ തീ കഴുകണം. നമ്മൾ ചൂടുവെള്ളം കുടിക്കാൻ പോകണം, തിളപ്പിച്ചാറ്റിയ വെള്ളം അങ്ങനെയൊന്നും പറയണ്ട. യു ഷുഡ് ഫസ്റ്റ് വാഷ് ഇറ്റ് വിത്ത് ക്ലീൻ വാട്ടർ. ഓക്കെ, ഇഫ് സം lukewarm water is available, you can use that. ഇപ്പൊ lukewarm water ഇല്ലെങ്കിലോ പിന്നെ വെള്ളം മതി. ക്ലീൻ വാട്ടർ. ഓക്കെ, ജോസി കം ഓൺ എക്സ്പ്ലെയിൻ. ആന്റിസെപ്റ്റിക് ക്രീമോ സ്പ്രേയോ അതിനെ കവർ ചെയ്ത് വെക്കുക, പൊടിയൊന്നും കയറാതിരിക്കാൻ വേണ്ടി കവർ ചെയ്ത് വെക്കുക. ഇതാണ് നമുക്ക് ചെയ്യാൻ പറ്റും ഫസ്റ്റ് എയ്ഡ്. Antiseptic cream or lotion or a spray which is available. Bandage. Dettol. As an anti. Dettol use ചെയ്യാം. Betadine ഇല്ലേ, betadine. Yes. Betadine use ചെയ്യാം, Dettol use ചെയ്യാം. ക്ലാസ് മിസ് പറയുന്നത് കേൾക്കുന്നില്ല. Muhammad K, it may be due to your network issues because we have no problem here. Okay. Okay, so first thing we have to do when a person is suffering from wounds, cuts or scratches is ഫസ്റ്റ് എയ്ഡ് എന്താ revise it. ഒന്നുമില്ല. So you may have you will face the situations when you come to school. അല്ലെ, നിങ്ങൾ സ്കൂളിൽ വരുമ്പോൾ മിക്കവാറും ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്യല്ലേ നിങ്ങളുടെ ക്ലാസ്മേറ്റ്സിനൊക്കെ. സോ അന്നേരം നിങ്ങൾ എന്ത് ചെയ്യണം? വാഷ് ദ ഏരിയ വിത്ത് ക്ലീൻ ഓർ lukewarm water. Okay, then apply an antiseptic cream or like betadine or an antiseptic lotion like Dettol. Then cover the wound with a sterile gauze bandage. അല്ലെ, നമ്മുടെ സോഫ്റ്റ് കോട്ടൺ ഒരു ക്ലോത്ത് ഉണ്ട്. നമ്മുടെ മുറിവൊക്കെ വരുമ്പം ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ ഇങ്ങനെ കെട്ടാറുള്ള ഒരു സോഫ്റ്റ് കോട്ടൺ ഒരു ക്ലോത്ത് ഇല്ലേ? യെസ്, അങ്ങനത്തെ നമ്മുടെ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ ഉണ്ടാവും. സോ കവർ ദ wound with sterile gauze bandage. That is the first aid we have to provide to such an injured person. Okay, next one, in case of an electric shock, what will you do when you face this type of situation? ഒരാൾക്ക് ഷോക്ക് പിടിക്കുമ്പോൾ ഉണങ്ങിയ കമ്പ് വെച്ച് അവർ അടിക്കും അല്ലേ മിസ്? ഉണങ്ങിയിട്ട് കമ്പ് ഉണക്ക കമ്പ് വെച്ച് അവർക്ക് എവിടെയാണ് ഷോക്ക് ഏറ്റ് അവിടെ അടിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അവിടുന്ന് കൈ മാറുമ്പോ അവർക്ക് ഷോക്ക് നിൽക്കും. Another method, switch off the power supply. First we have to switch off the power supply. Switch off the power supply. Switch off the main power supply immediately. അത് നിങ്ങളുടെ വീട്ടിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും എവിടെയാണെങ്കിലും ഒരാൾ ഷോക്ക് അടിക്കുന്ന കണ്ടാൽ നിങ്ങൾ ഇതുപോലെ ഫസ്റ്റ് ചെയ്യുക. അവർ ഉണങ്ങിയ കമ്പ് എടുത്തിട്ട് അവരെ അടിച്ചു മാറ്റാം. അല്ലെങ്കിൽ ആദ്യമായിട്ട് ചെയ്യണം സ്വിച്ച് ഓഫ് ചെയ്യണം. നമ്മുടെ മെയിൻ പവർ സപ്ലൈ
സ്വിച്ച് ഓഫ് ചെയ്യണം. അത് നമ്മൾ പെട്ടെന്ന് ഓർക്കണം. ആ ഒരു ഷോക്കിൽ നമ്മൾ ഓർക്കാൻ ചാൻസ് ഇല്ല, പേടിക്കും നമ്മള്. നമ്മുടെ ഫ്രണ്ട് ഇങ്ങനെ ഷോക്ക് അടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ. പക്ഷെ നമ്മൾ ഫസ്റ്റ് എന്താണ് സ്വിച്ച് ഓഫ് ദ മെയിൻ പവർ സപ്ലൈ ഇമ്മീഡിയറ്റ്ലി. Okay, then move the person away from the electrical gadget. We have to move the person away from the electrical gadget. Then keep the patient warm until the doctor arrives. Keep the patient warm. അല്ല അവരുടെ കാലിന്റെ അടിയിലും കൈയുടെ അടിയിലൊക്കെ നമ്മൾ ഇങ്ങനെ റബ്ബ് ചെയ്തൊരു വാം ആക്കി കൊടുക്കുക. Okay, keep the patient warm until the doctor arrives. Okay, that is in case of an electric shock, first we have to switch off the main power supply immediately. Then move the person away from that electrical gadget. Then keep the patient warm until the doctor arrives. Okay. Then in case of sprains or fractures. Okay. And how many of you have experienced this fracturing of bones? Arula? Yes, Abel Binoy is there. Edwin, do you have any fracture? Do you had any fracture, Edwin? Okay, Abel Binoy ആണ് നമ്മുടെ ഇവിടെ ഏറ്റവും കൂടുതൽ ഫ്രാക്ചർ ബോയ് ആയിട്ടുള്ളത്. Okay. So in case of sprain, Abelന്റെ എവിടെയാ ഫ്രാക്ചർ പറ്റിയേ? ആ എവിടെയാ? ഏബലിന് നമ്മുടെ കൈക്കാണ് വേണ്ടിട്ടത്. എഡ്വിനാ? കഴുത്തുളുക്കിയിട്ടുണ്ട്. കഴുത്ത് സ്ട്രെയിൻസ് ഉണ്ടായിട്ടുണ്ട്. യെസ്. ഏബൽ ബിനോയ് എന്ത് കാണിച്ചിട്ടാ? അമ്മ അടിച്ചെങ്ങനാണോ? അമ്മ അടിച്ചു പോയതല്ല, മഴ 2009 ആണ് തോന്നുന്നു, 19 ആണ് തോന്നുന്നു. മഴ പ്രളയ സമയത്തില് മഴയെല്ലാം അടിച്ചിട്ട് സ്റ്റെയർ കേസ് ഇങ്ങനെയായി. അപ്പൊ പെട്ടെന്ന് ഓടി വരുമ്പോ തെന്നിക്കെട്ടി ഇതായി വീണു. മഴക്കാലത്ത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ എവിടെയും തെന്നി വീണാൽ നമ്മുടെ ഫ്രാക്ചർ വരാൻ സാധ്യതയുണ്ട്. സോ ഇപ്പൊ ക്ലാസ് ഒരു മിനിറ്റും കൂടി ആറ്റാലും ക്ലാസ്. ഒരു മിനിറ്റും കൂടി ഉള്ളൂ. നമ്മുടെ ക്ലാസ് ഇപ്പൊ വൈൻഡ് അപ്പ് ചെയ്യും. ഞാൻ ജസ്റ്റ് ഫ്രാക്ചർ ഉള്ളവരുടെ എക്സാമ്പിളും കൂടെ ചോദിച്ചിട്ട് ക്ലാസ് നിർത്താൻ വേണ്ടി ഇരിക്കുന്നത്. റിവൈസ് പറഞ്ഞതുകൊണ്ട് നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം.